യഹൂദന്മാരുടെ 7 പെരുന്നാളുകളും പുതിയ നിയമത്തിലെ അതിന്റെ ആപ്ലിക്കേഷനും പരിമിതമായ മിനിറ്റുകൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്നിങ്ങനെ 2 പെരുന്നാളുകൾ നമ്മൾ ചിന്തിച്ചു. പെസഹ പെരുന്നാൾ അവരുടെ നീസാൻ മാസം അതിന്റെ 14-ാം തീയതി ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ്. ഈ പെരുന്നാൾ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ അറുക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ സൂചിപ്പിക്കുന്നു. പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ 15-ാം ദിവസം മുതൽ 21-ാം ദിവസം വരെ അവർ ആഘോഷിക്കുന്ന മറ്റാഘോഷമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ആ ദിവസങ്ങളിൽ, അതായത് 7 ദിവസങ്ങളിൽ അവരുടെ പാളയത്തിൽ എവിടെയും യാതൊരു വിധമായ പുളിപ്പും പാടില്ല. പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ അവർ ഭക്ഷിക്കാവൂ. പാപം ഇല്ലാത്ത അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വിശ്വാസികൾ ശിഷ്ടമുള്ള സകല നാളുകളും ജീവിതത്തിൽ പാപം ഇല്ലാതെ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് അത് ഓർപ്പിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 2-ാമത്തെ ദിവസം 16, അതായത് പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ അതിന്റെ 15-16 ദിവസങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഈ പറയപ്പെടുന്നതായിട്ടുള്ള 3-ാമത്തെ പെരുന്നാൾ, അതായത് ആദ്യ ഫല പെരുന്നാൾ. അവരുടെ വയലേലകളിൽ അവർ കൃഷി ചെയ്യുന്ന വിളവിന്റെ ആദ്യ ഫലക്കറ്റ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നീരാജനം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു ഉത്സവമാണ്. ഈ ഉത്സവം നമ്മുടെ കർത്താവായ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റതിനെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവായ യേശു മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് മരണത്തിന് ശേഷം ഒരു പുനരുദ്ധാനം ഉണ്ടാകും എന്നുള്ള ഉപദേശം സ്ഥാപിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ചരിത്ര സത്യതയാണ് ആദ്യ ഫല പെരുന്നാൾ നമ്മെ ഓർപ്പിക്കുന്നത്. ഓരോ യഹൂദനും തങ്ങളുടെ വയലേലകളിൽ കൃഷി ചെയ്ത കൃഷികളുടെ ആദ്യത്തെ ഫലം, ആദ്യത്തെ കറ്റ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തിന്റെ പെസഹായാഗമായ കർത്താവായ യേശു മരിച്ചവരുടെ നിന്ന് ആദ്യനായി എന്നേക്കുമായി എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ചരിത്ര സത്യം ഈ പറയപ്പെട്ട ആദ്യ ഫല പെരുന്നാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കർത്താവായ യേശു മരിച്ചവരിൽ നിന്നുള്ള ആദ്യഫലമാകിയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ശുഭകരമായ പ്രത്യാശയും ഇത് നമുക്ക് നൽകുന്നു.